ദേ നോക്കിയടി. നീതു ദേവുവിനെ കുലുക്കി. ദേവ് തിരിഞ്ഞു നോക്കിയതും കണ്ണു തള്ളി. സ്റ്റേജിൽ പാടുന്നതിനനുസരിച്ച് സുനിയും നന്ദേട്ടനും കൂടി കളിക്കുകയാണ്. നന്ദേട്ടന്റെ കൂടെ പിന്നെയും ഉണ്ട് കുറച്ച് ചെറുക്കന്മാർ. സുനിയാണ് പെണ്ണ്. മുണ്ടഴിച്ച് നെഞ്ചിനു കുറുകെ കെട്ടിയിട്ടുണ്ട്. കാണിക്കുന്ന കണ്ടാൽ പെറ്റ തള്ള സഹിക്കൂല. എല്ലാവരും ചിരിയോടെ നോക്കുമ്പോൾ ദേവുവിന്റെ കണ്ണുകൾ നന്ദനിലായിരുന്നു. കീച്ചുണ്ട് കടിച്ചുകൊണ്ടുള്ള ഓരോ പാവങ്ങളും കാണുമ്പോൾ അടിവയറ്റിൽ എന്തോ ഒരു ഫീല്. ഇതുപോലെ എന്നോട് എന്നാ ആവോ? ദേവു ഒന്ന് നിശ്വസിച്ചു. വലിയ പ്രശ്നമില്ലാതെ തന്നെ ഗാനമേള തീർന്നു. ഇനി വീട്ടിൽ പോകണം. സാധാരണ പുലർച്ചെ പൂരത്തിന് നിൽക്കാറുണ്ട്. പക്ഷെ വലുതായപ്പോൾ അതും നിന്നു. അമ്മ വരാതെ ആയപ്പോൾ അച്ഛൻ തന്നെ കൊണ്ടുപോകൽ നിർത്തി. ഏട്ടൻ പിന്നെ എപ്പോഴും ഇവിടെ കാണും. ഇനി നാളെ എങ്ങാനും നോക്കിയാൽ മതി. നീതുവിനാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളും വരില്ല. ഓരോന്ന് ചിന്തിച്ചു നടക്കുമ്പോൾ തിരക്കിൽപ്പെട്ടു. അച്ഛൻ വേഗം വന്ന് കയ്യിൽ കൈ ചേർത്ത് പിടിച്ചു. ഞങ്ങളെ ഒരു സൈഡിലേക്കാക്കി. നടന്നു, നാരായണൻ പറഞ്ഞു. നിങ്ങൾ കഴിക്കാൻ വരുന്നില്ലേ? മാലിനി ചോദിച്ചു. ഞാൻ വരാം. ഓടിപ്പിടിച്ച് വരാൻ പറ്റൂ. നാളെ നട അടയ്ക്കുന്നവരെ എന്നെ നോക്കണ്ട. നാരായണൻ പറഞ്ഞതും മാലിനി തലയാട്ടി. ദേവു ആ നേരം അത്രയും നന്ദനെ നോക്കി. പലഹാര വണ്ടിയുടെ അടുത്തുണ്ട്. അപ്പോൾ രാത്രി ഭക്ഷണം അവിടെ നിന്നാവും. ചൂടോടെ കാളനും വേൽപ്പൂരിയൊക്കെ വാങ്ങി തിന്നുന്നുണ്ട്. ദേവുവിന് അവൻ കഴിക്കുന്ന കണ്ടതും കൊതി തോന്നി. ഓരോ വട്ടം വായിലേക്ക് ഇട്ട് ചവയ്ക്കുമ്പോൾ അവൻ ചുറ്റും നോക്കി. അപ്പോഴെങ്കിലും തന്നെ ഒന്ന് കാണണേ എന്നവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എന്നാൽ നന്ദന്റെ കണ്ണുകൾ അവളുടെ അടുത്തെത്തിയതും ദേവു വേഗം തല താഴ്ത്തി. വയ്യ. വെറുതെ നോക്കുന്നേ. കണ്ണുകളെപ്പോലും നേരിടാൻ വയ്യ. പാടി. മതി വായി നോക്കി നിന്നത്. നീതു കൈ പിടിച്ചു വലിച്ചപ്പോഴാണ് അമ്മയൊക്കെ നടന്നിട്ടും ഞാൻ മാത്രമാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായത്. വേഗം നീതുവിനൊപ്പം നടന്നു. അപ്പോഴും തലതിരിച്ച് ആള് നോക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇനി അടുത്ത വർഷം വേല വരണം. ഇതുപോലെ ഒന്ന് കാണണമെങ്കിൽ. അവനിൽ നിന്ന് അകന്നു വരുംതോറും അവളുടെ നെഞ്ച് വിങ്ങി. വല്ലാത്തൊരു ഹൃദയഭാരം കണ്ണിൽ നിന്ന് മറയുന്നവരെ തിരിഞ്ഞു നോക്കി. തോടെത്തി പാലത്തിൽ കയറുമ്പോൾ ഇനി തിരിയാൻ പറ്റില്ലെന്നോർത്ത് ഒന്നുകൂടെ നോക്കി. ഇല്ല, അവിടെ കാണുന്നില്ല. വാടി. നീതു പിന്നെയും വലിച്ചു. മുന്നിൽ അമ്മയും അമ്മായും അമ്പലത്തിലെ കാര്യം പറഞ്ഞ് നടക്കുന്നുണ്ട്. നല്ല ശക്തിയുള്ള ദേവിയാണത്രേ. അമ്പല കമ്മിറ്റിയിൽ നിന്ന് കട്ടുമുടിച്ചവരൊക്കെ ഓരോ ദീനം വന്ന് ചത്തു. അങ്ങനെ എത്രയെത്ര കഥകൾ. ചേച്ചി, നന്ദേട്ടൻ ഇനി ഇതുപോലെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തു വരുമ്പോഴാ നവ്യയുടെ വിളി. എന്താ? നവ്യ ചോദിക്കുന്നതിന് മുമ്പ് മുമ്പിൽ നടക്കുന്ന അമ്മയെയും അമ്മായിയെയും നോക്കി. ദേവു അത് കണ്ട് നെറ്റി ചൊളിച്ചു. ആ ഡാൻസ് കളിച്ച ചേട്ടൻ ഏതാ? നവ്യ ചോദിച്ചു. ഏത്? ആ ബ്ലാക്ക് ഷർട്ട് ഇല്ലേ, താടി. നവ്യ പറഞ്ഞതും ദേവു ഞെട്ടി നീതുവിനെ നോക്കി. അവിടെ ചിരി കടിച്ചമർത്താൻ പാടുപെടുകയാണ്. അത് അതൊരു കുടിയനാ. അയാളെ ഒന്നും നോക്കണ്ടാട്ടോ. മഹാപിശക, നീതു പറഞ്ഞു. ദേവു അവളെ ഒഴിഞ്ഞു നോക്കി. നവ്യയും തലയാട്ടി തിരിഞ്ഞു. നീ എന്തിനാടി അങ്ങനെ പറഞ്ഞേ? ദേവു അവളുടെ കയ്യിൽ പിച്ചി. ബെസ്റ്റ്. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞേ. അത് പറഞ്ഞില്ലെങ്കിൽ ആ പിള്ളേർ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. അത് മുളയിലെ നുള്ളിയതല്ലേ ഞാൻ. നീതു പറഞ്ഞു. അങ്ങനെയായാൽ നിനക്ക് കൊള്ളാം. നാളെ സുഖമായി കിടന്നുറങ്ങും. മറ്റന്നാൾ 8:15 തന്നെ എത്തണം. വെറുതെ ക്ലാസ്സിന് പുറത്ത് നിൽക്കാൻ വയ്യ. ഓ. ദേവി ചുണ്ടുകൂട്ടി. തോടിന്റെ മറുകരയിലേക്ക് നോക്കി. അവിടെ വലിയ മാവിൻ ചോട്ടിലെ ഇരുട്ട് നിറഞ്ഞ ചെറിയ ഓട് വീട്. എന്താടി, ഇപ്പോൾ തന്നെ കെട്ടിയോന്റെ വീട്ടിൽ പോവണോ? നീതു ചോദിച്ചു. ഏയ്, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു പെണ്ണ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നന്ദേട്ടൻ ഇങ്ങനെ നടക്കുവോ? ആ വീട്ടിൽ ഒരു വിളക്കെങ്കിലും കത്തില്ലായിരുന്നോ? ഓ, നിനക്ക് അങ്ങോട്ട് പോവാൻ തോന്നുന്നുണ്ടോ? കോപ്പ് അതല്ലടി. നന്ദേട്ടൻ ഇങ്ങനെ കുടിച്ചും പുറത്തു നിന്ന് കഴിച്ചു നടക്കുന്നത് അമ്മയില്ലാത്തത് കൊണ്ടാ. ഒരുപക്ഷെ അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ഏട്ടന് നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് അമ്മയെ കൊണ്ട് വേലയ്ക്കൊക്കെ വരില്ലായിരുന്നോ? ദേവു പറഞ്ഞു. നീതു അവൾ പറഞ്ഞത് ആലോചിച്ചു നോക്കുകയായിരുന്നു. ശരിയാ, നീതു പറഞ്ഞു. നടന്ന് വീടെത്താറായപ്പോൾ നീതു വീണ്ടും മറ്റന്നാൾ നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട് കഴിഞ്ഞ് പിന്നെ 10 വീട് കഴിഞ്ഞിട്ടാണ് അവളുടെ വീട്. നേരെയുള്ള വഴിയായതുകൊണ്ട് അവൾ പോകുന്നതും വീട്ടിൽ കയറുന്നതും കാണാൻ കഴിയും. അവൾ വീട്ടിൽ കയറുന്നവരെ ഞാനും അമ്മയും വഴിയിൽ തന്നെ നിന്നു. നീതു വീടെത്തിയപ്പോൾ തിരിഞ്ഞു നോക്കി. ടാറ്റ പറഞ്ഞ് വീട്ടിലേക്ക് കയറി. ഞാനും അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്കും. ഭക്ഷണം കഴിച്ച് വേഗം കിടന്നു. ഞാൻ പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് വേഗം മുറിയിൽ കയറി. ഇല്ലെങ്കിൽ അവർക്ക് റൂം ഷെയർ ചെയ്യേണ്ടി വരും. ഏട്ടൻ എന്തായാലും നാളെയും വരും. അതുകൊണ്ട് അമ്മായിയെയും പിള്ളേരെയും അങ്ങോട്ട് കയറ്റിവിട്ടു. കണ്ണടച്ച് കിടക്കാൻ തോന്നിയില്ല. ഓരോ നിമിഷവും നന്ദേട്ടനെ കുറിച്ചായിരുന്നു ചിന്ത. 5 കൊല്ലമായി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഇഷ്ടം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ? കണ്ടാലേ കൈയും കാലും വിറയ്ക്കുന്നു. ദേവു തലയിണ കെട്ടിപ്പിടിച്ച് ചിരിച്ചു. ഏട്ടത്തി, ഒന്ന് ഏട്ടനോട് പറഞ്ഞു നോക്ക്.
നല്ല ആൾക്കാരാ. പയ്യൻ ദേവുവിൻ്റെ കോളേജിൽ പഠിച്ചതാണത്രേ. ഇപ്പോൾ സ്വന്തമായി ബിസിനസ്സൊക്കെയുണ്ട്. നടന്നാൽ നല്ലത്. അല്ല, ഇതുങ്ങൾക്ക് വയസ്സായെങ്കിൽ ഞാൻ കെട്ടിക്കൊടുത്തേനെ. ശോഭ നിശ്വസിച്ചു. നിവിയും ഫോണിൽ നിന്ന് തലയുയർത്തി അമ്മയെ നോക്കി. മാലിനി ഒന്ന് ആലോചിച്ചു. ഞാനൊന്ന് ഏട്ടനോട് പറയട്ടെ നാത്തൂനെ, മാലിനി പറഞ്ഞു. ആ, നടന്നാൽ നമ്മുടെ കൊച്ചിൻ്റെ ഭാഗ്യം. അവരായിട്ട് ഇങ്ങോട്ട് വന്നതാണേ, ശോഭ പറഞ്ഞു. മാലിനി ഒന്ന് മൂളിയേ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നേരം വൈകി എഴുന്നേൽക്കാമെന്നാണ് കരുതിയത്. എന്നാൽ പുറത്ത് ആരുടെ ഉച്ചത്തിലുള്ള ബഹളം കേട്ട് ദേവു കണ്ണു ചിമ്മി തുറന്നു. നാശം, ആരാ രാവിലെ തന്നെ? ദേവു മുറിയോടടുത്ത് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അവളുടെ കണ്ണ് തള്ളി. നന്ദനാണ്. മുറ്റത്ത് നിന്ന് അലറുന്നുണ്ട്. ഇറങ്ങി വാടോ പാവാട നാരായണ. താൻ ആരോടാ എന്നോട് അമ്പലത്തിൽ വരേണ്ടെന്ന് പറയാൻ? താനാണോ അവിടെ പ്രതിഷ്ഠ? നന്ദൻ വീണമുണ്ട് മടക്കി കുത്തി. ദേവു തൻ്റെ അഴിഞ്ഞൊളിഞ്ഞ മുടി വാരിക്കെട്ടിവെച്ചു. ഇറങ്ങിപ്പോടാ. നിന്നോടാരാ എൻ്റെ മുറ്റത്ത് കാലുകുത്താൻ പറഞ്ഞേ? അതിനുള്ള യോഗ്യത പോലും ഇല്ല നിനക്ക്, തന്തയില്ലാത്തവൻ. ഡോ. നന്ദൻ ഉമ്മറത്തേക്ക് കയറി വന്ന് നാരായണൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തൂണിനോട് ചേർത്ത് നിർത്തി. ഇനി തൻ്റെ നാവുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ വില്ലേജർ ഓഫീസർ ആയിരുന്നെന്നും ഞാൻ നോക്കൂല. അയ്യോ വിട് വിട്. മാലിനിയും ശോഭയും നന്ദൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. നന്ദൻ അവരെ ഒന്ന് നോക്കിയിട്ട് കൈയെടുത്തു. അവൻ്റെ ചുവന്ന കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിവിയും ഏതോ സിനിമ ഫൈറ്റ് കാണുന്ന പോലെ നോക്കി നിന്നു. ഉമ്മറത്തേക്ക് ചെന്നില്ലെങ്കിലും ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ദേവുവിന് അറിയാമായിരുന്നു. കരഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു. ദേവു പിന്നെ ജനലിനടുത്ത് പോയി നോക്കുമ്പോൾ നന്ദൻ വേലി കടന്ന് പോകുന്നേ കണ്ടു. ദേവു വേഗം ഹാളിലേക്ക് ചെന്നു. നാരായണൻ ലാൻഡ് ഫോണിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. മാലിനി അയാളെ തടയുന്നുണ്ട്. എന്താ അമ്മേ? ദേവു ചോദിച്ചു. ദേ, ആ നാറിക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാത്രേ. ഇനി അവൻ അതിനെന്തെങ്കിലും ചെയ്താലോ? അവൻ ആരുമില്ലാത്തതാ. എന്ത് ചെയ്യാനും മടിയില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണോ? മാലിനി കരഞ്ഞു. ദേവ് കരച്ചിലോടെ അച്ഛനെ നോക്കി. നാരായണൻ ഫോണിൽ നിന്ന് കൈയെടുത്തു. ദർശനും നരേഷും കൂടി ഇല്ലാതെ പോയല്ലോ, ശോഭന പറഞ്ഞു. ദേവു അവരെ ഒന്ന് നോക്കി. അവർ ഉണ്ടായിട്ട് എന്തിനാ? മാലിനി ശോഭയോട് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ആ ചെറ്റയ്ക്ക് 4 കൊടുക്കാൻ അവർ മതി. നിവിയും പരസ്പരം നോക്കി. ദേവു തലതാഴ്ത്തി നിന്നു. മാലിനി അവരെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഇന്നലെ നീതു അങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ളിലെവിടെയോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. നാരായണൻ മുറിയിലേക്ക് കയറിപ്പോയി. ദേവു മുറിയിലേക്കും പല്ല് തേച്ച് വേഗം കുളിക്കാൻ കയറി. ഷവറിന് താഴെ നിൽക്കുമ്പോൾ അവൾ മനസ്സിലുറപ്പിച്ചു, നന്ദനെ മറക്കണം. 5 വർഷമായി മനസ്സിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളെല്ലാം ഒരു ചിതയൊരുക്കി കത്തിക്കണം. ദേവുവിൻ്റെ കവിളിലേക്ക് ചുടുകണ്ണീർ ഒഴുകി. മുൻപ് എത്രയോ തവണ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴാ മനസ്സിൽ കയറിയത്? അന്നല്ലേ, 10ൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ. അന്ന് പതിവിലും ഇരുട്ടിയിരുന്നു. തോട് കടക്കാൻ തന്നെ ഭയം തോന്നി. നീതുവാണെങ്കിൽ അന്ന് ലീവും. അന്ന് ഇന്നത്തെ പോലെ മുഴുവനായ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, വളരെ കുറവ്. തോട് കടക്കുമ്പോൾ കരച്ചിൽ വന്നു. സമയം 6:30 ആയിട്ടുള്ളൂ. എങ്കിലും മുത്തശ്ശിയുടെ പ്രേതകഥകളിലെ വില്ലൻ ഈ നെൽപ്പാടം തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് വളരെ വൈകി തൊഴുതിറങ്ങിയ മുത്തശ്ശിയുടെ അമ്മയെ തലയില്ലാത്തൊരു രൂപം ഓടിച്ച് തിരികെ അമ്പലത്തിലേക്ക് കയറ്റിയത്. അമ്പലത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്ന് മുത്തശ്ശി വീട്ടിൽ കയറുന്നവരെ കൂടെ നിന്നത്. അത് ഭഗവതി ആയിരുന്നെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അന്ന് തനിക്കും അങ്ങനെ ഭഗവതി വരണമെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. കൈകൾ കൂപ്പി കണ്ണു നിറച്ചു. ആരാ അത്? തോടിൻ്റെ അപ്പുറത്ത് സ്വരം കേട്ട് ഒന്ന് ഞെട്ടി. തലയില്ലാത്ത രൂപമാണെന്ന് കരുതി കരച്ചിൽ കുറച്ച് ഉച്ചത്തിലായി. ഏയ്, എന്തിനാ കരയുന്നേ? മോള് പേടിച്ചോ? ഇരുട്ടിൽ നിന്ന് വരുന്ന പൊടിമീശക്കാരനെ കണ്ട് ദേവു കണ്ണുകൾ തുടച്ചു. സ്കൂളിലേക്ക് ബസ് കയറാൻ നിൽക്കുമ്പോഴൊക്കെ കാണുന്ന ചേട്ടനാണ്. പോരാത്തതിന് തോടിൻ്റെ അടുത്ത് മാവുള്ള വീടും. എനിക്ക് ഇരുട്ട് പേടിയാ, കണ്ണു നിറച്ച് പറയുമ്പോൾ ഏങ്ങലടികൾ ഉയർന്നിരുന്നു. പേടിക്കണ്ട, നടന്നോ. അയാൾ പറഞ്ഞ ധൈര്യത്തിൽ മുന്നോട്ട് നടന്നു. എന്നാൽ ഇടയ്ക്കിടെ അയാൾ പുറകെ തന്നെ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അയാൾ പാട്ടുപാടാൻ തുടങ്ങി. ആ ചേട്ടൻ്റെ സ്വരത്തിൽ കേൾക്കുമ്പോൾ എന്തോ ലയിച്ചുപോയി. വേറെ എന്തോ ഫീല്. വീടെത്താൻ 2 വീട് ബാക്കിയുള്ളപ്പോൾ അയാൾ നടത്തം നിർത്തി. ദേവ ഒന്ന് തിരിഞ്ഞു നോക്കി. കയറിക്കോ. അയാൾ കണ്ണുകൾ അടച്ചു കാണിച്ചതും വേഗം മുറ്റത്തേക്ക് കയറി. 2 ചൂട് മുന്നോട്ട് വെച്ച് പിന്നെ ഓടി വന്ന് നോക്കുമ്പോൾ ആ ചേട്ടൻ തിരിഞ്ഞു നടന്നിരുന്നു. പിന്നെ ആ ചേട്ടനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ അങ്ങനൊരു സംഭവം നടന്ന പോലെയൊന്നും ആ ചേട്ടൻ പെരുമാറിയിട്ടില്ല. എന്തിന് ഓർത്തിട്ട് പോലുമില്ല. ഓർത്തിരുന്നെങ്കിൽ ഒരു ചിരിയോ നോട്ടമോ ഉണ്ടാകില്ലേ? അതുപോലും ഉണ്ടായിട്ടില്ല. എപ്പോഴോ ഒരു കൗമാരക്കാരിയുടെ മനസ്സ് നൂലുപൊട്ടിയ പട്ടം പോലെ ആ ചേട്ടൻ്റെ പിറകെ തന്നെ കൂടി. ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നേ കാണും. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുമാരേട്ടൻ്റെ ചായക്കടയിൽ ഉണ്ടാവും. അപ്പോഴൊക്കെ മനസ്സ് കൂടുതൽ അടുത്തു. ദേവു. ഡോറ് തട്ടുകേട്ടപ്പോൾ ദേവു ഞെട്ടി. ചിന്തകൾ വെടിഞ്ഞു.
ദാ വരുന്നു. വേഗം കുളിച്ചിറങ്ങി. കണ്ണൊക്കെ നല്ലപോലെ ചുവന്നിട്ടുണ്ട്. പാവാടയും ബ്ലൗസും ധരിച്ച് മുടിയിൽ തോർത്തു ചുറ്റി ഹാളിലേക്ക് ചെന്നു. അവനെ ഞാനിന്ന് ദർശനും നരേഷും കൂടി എല്ലാം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ നിന്നതും മാലിൻ തടഞ്ഞു. ശോഭയും മാലിന്യം കൂടി രണ്ടാളെയും അനുനയിച്ച് അകത്തേക്ക് കയറ്റി. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല അച്ഛാ. ദർശൻ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. നോക്കാം അവൻ എവിടം വരെ പോവുമെന്ന്. നാരായണൻ ജനലിൽ പിടിച്ചു നിന്നു. രാവിലെ കഴിക്കാതിരിക്കുമ്പോൾ ആരുടെ മുഖത്തും വലിയ സന്തോഷമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അമ്മായും മക്കളും ഇറങ്ങി. ദേവുവിനാണെങ്കിൽ ആകെ ഒരു സങ്കടം. മറക്കാൻ വയ്യ. നന്ദേട്ടൻ അത്ര ദുഷ്ടനാണോ? പക്ഷേ അച്ഛൻ കഴിഞ്ഞേ ഉള്ളൂ തനിക്ക് എന്തും. അപ്പോൾ നന്ദേട്ടനോ? എല്ലാവർക്കും അയാൾ തെമ്മാടിയാണെങ്കിലും തനിക്ക് അങ്ങനെയല്ല. 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇരുട്ടിൻ മറവിൽ തനിച്ച് കെട്ടിയിട്ടും നോട്ടം കൊണ്ടുപോലും കളങ്കപ്പെടുത്താത്ത ആ മനുഷ്യൻ പഠിക്കുന്ന ബുക്ക് മാറ്റിപ്പിടിച്ച ദേവു കഴിയുന്നില്ല. ബുക്കിലൊക്കെ നന്ദേട്ടൻ്റെ മുഖമാണ്. ഉപേക്ഷിക്കാനോ മറക്കാനോ കഴിയില്ല. ചിലപ്പോൾ ഈ ലോകത്ത് നന്ദേട്ടനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. അത് താൻ മാത്രമായിരിക്കും. താൻ കൂടെ മറന്നാൽ ദേവുവിന് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. നാളെ എന്തായാലും നീതുവിനോട് പറയണം. അവൾക്കേ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. രാവിലെ നേരത്തെ എഴുന്നേറ്റു. നീതു വരുമ്പോൾ അവളെയും കാത്ത് പഠിക്കത്തന്നെ ദേവു നിന്നിരുന്നു. നേരത്തെ ആണല്ലോ മോളെ, കാക്ക മലർന്നു പറക്കും, നീതു പറഞ്ഞു. ദേവു അതിന് മറുപടി പറയാതെ അവളുടെ കൈയും വലിച്ച് വേഗം നടന്നു. വീടുകൾ കഴിഞ്ഞ് പാടത്തെത്തിയതും ദേവു കൈവിട്ടു. എന്തു പറ്റിയടി? നീതു ചോദിച്ചു. ദേവുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. മെല്ലെ വരമ്പിലൂടെ നടക്കുമ്പോൾ അവളെല്ലാം പറഞ്ഞു. ബെസ്റ്റ്. ഞാൻ പറയണമെങ്കിൽ നിന്റെ ഭാഗത്താ തെറ്റ്. നീ മുമ്പേ അങ്ങേരോട് തുറന്നു പറയണേൽ അമ്മായി അപ്പൻ എന്ന മര്യാദ അങ്ങേര് കാണിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ നീതു വിരൽ കടിച്ചു. ഞാൻ മറന്നോളാം. ദേവുവിൻ്റെ തൊണ്ട ഇടറി. എടി, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല നിന്റെ അച്ഛൻ സമ്മതിക്കുമെന്ന്. പോട്ടെ, നന്ദേട്ടൻ സമ്മതിക്കോ? ആളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുടെ മോളല്ലേ നീ. അപ്പോൾ നിന്നെയും അതുപോലെയല്ലേ കാണും. നീതു പറഞ്ഞപ്പോൾ ദേവു നിന്നു. എന്നോട് വെറുപ്പാവോ? ആവോ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. ഒന്നല്ലെങ്കിൽ നീ എല്ലാം മറക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ എന്തു വന്നാലും മുന്നോട്ട് എന്ന് വിചാരിച്ച് സ്നേഹിക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ? തോടും കടന്ന് പോരുമ്പോൾ ദേവു ഒന്ന് തിരിഞ്ഞു നോക്കി. ആ വീട് അങ്ങനെ തന്നെയുണ്ട്. ഒരു മാറ്റവുമില്ല. പാലം കയറി റോഡ് എത്തിയപ്പോൾ വഴിയിൽ ആരോ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ഡി, നന്ദേട്ടനല്ലേ? ദേവു ചോദിച്ചു. അറിയില്ല. ആണെന്ന് തോന്നുന്നു. വാ പോയി നോക്കാം.